ഹായ്, നിങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ? നമ്മളും അങ്ങനെ ഒരു ഇതും സുഖമായിട്ട് അങ്ങ് പോകുന്നുണ്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ മറ്റോ ഒന്നുമല്ല, ഒരു ടിപ്സുമായിട്ടാണ്. ഇന്നത്തെ കാലത്ത് ഈ സമയത്ത് എല്ലാ വീട്ടിലും കാണുന്നത് ഈച്ച. എല്ലാ വീട്ടിലും കാണുന്നതാണല്ലോ ഈച്ച ശല്യം. അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമ്മളെങ്ങനെ ഈച്ചനെ ഓടിച്ചതെന്ന് പറയാം. ഫ്ലോർ ക്ലീനിങ്ങിൻ്റെ കൂടെ കുറച്ച് നമ്മൾ പുൽത്തൈൽ കൂടി ചേർത്ത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നല്ലോണം വൃത്തിയാക്കിയത്. അപ്പോഴേക്ക് ഈച്ച ഒന്നുമില്ല. ഇപ്പോൾ എന്തൊക്കെയോ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഈച്ച പോവാൻ, പോയിട്ടേയില്ല. ഇത് ചെയ്തപ്പോഴാണ് നന്നായി ഈച്ചയെല്ലാം പോയി. ഇപ്പോൾ ഒരാഴ്ചയായി ഒരു ഈച്ച പോലുമില്ല. പിന്നെ നമ്മൾ ചക്കയെല്ലാം മുറിച്ചതിന് കത്തിയിൽ പശ പറ്റില്ലേ, അതിൻ്റെ വിളനിയിൽ നിന്നാണ് നമ്മൾ കണ്ണൂക്കാർ പറയുക. അത് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ക്ലീൻ ചെയ്യാറ്? നമ്മളിങ്ങനെ ചെയ്യാറ്. ഇത് ഗ്യാസ് ഇല്ലെങ്കിൽ തീയടുപ്പിൽ ചൂടാക്കിയിട്ട് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ചോ അല്ല ചകിരി വെച്ചോ ഇങ്ങനെ തുടച്ച് കളഞ്ഞാൽ നല്ല ക്ലീനായി കിട്ടും, പശയൊക്കെ മാറിക്കിട്ടും. അതുപോലെ ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഇത് മാത്രമല്ല, ബാത്റൂമും എല്ലാം നന്നായി വൃത്തിയാക്കാൻ പറ്റുന്നുണ്ട്. വാഷ് ബേസിനും സിങ്കും എല്ലാം നന്നായി വൃത്തിയാകുന്നുണ്ട്. അതുമാത്രമല്ല നല്ല തിളക്കവുമുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് കൊണ്ടു തന്നതാണ് ഈ ക്ലീനാക്കുന്ന സാധനം. അത് എനിക്ക് പുറത്തുനിന്നൊന്നും എനിക്ക് വാങ്ങാൻ കിട്ടിയിട്ടില്ല. അവനുണ്ടാക്കിയതോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും സംഭവം സൂപ്പറാണ്. നല്ല ക്ലീനും ആകുന്നുണ്ട്, വീടൊക്കെ നല്ല സ്മെല്ലും ഉണ്ട്. ആ പ്രൊഡക്റ്റിൻ്റെ പേര് പ്രോമിസ് എന്നാണ്. എനിക്ക് പിന്നീട് അത് കിട്ടിയിട്ടില്ല. ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് കണ്ടെങ്കിൽ അത് വാങ്ങിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ആ ടാപ്പും സിങ്കും എല്ലാം നന്നായി ക്ലീനാക്കി. കണ്ടോ, നല്ല തിളക്കമുണ്ട്. എല്ലാവരും വോട്ടൊക്കെ ചെയ്തില്ലേ? നമ്മൾ രാവിലെ തന്നെ പോയി വോട്ടൊക്കെ ചെയ്തു. വെയിലാകുന്നത് മുമ്പേ നമ്മൾ വേഗം പോയി വന്നിരുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. ഫുൾ വീഡിയോ കണ്ടാലേ മനസ്സിലാവും ക്ലീനായത്. അപ്പം നാളെ കാണാം. ബൈ ബൈ.